എനിക്ക് ഒരു സമയം എനിക്ക് ചേച്ചി എന്തോ അവർ പറയുന്നതിൽ സപ്പോർട്ട് ചെയ്യാനും തോന്നി. പക്ഷേ ഒപ്പോസായിട്ട് തോന്നി എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് അനുമോളുടെ കേസിലാണ്. അനുമോള് സത്യം പറഞ്ഞാൽ ഞാനെങ്ങാനും ആണെങ്കിൽ എന്നേ കിട്ടിയത് പോയനായിരുന്നു, മതി എന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരിക്ക് എന്നെ അറിയാം, ഞാൻ ഇവിടെ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല, ഞാൻ പുറത്ത് പോകണം, ഇതിന് മുൻപേ ഏവിങ് ചെയ്ത് പോകണമായിരുന്നു എന്നുള്ളൊരു ഇത് ചില സമയത്ത് നൂറേനെ ലൈവിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. അവര് നല്ല രീതിയിലുള്ള ഒരു ഗെയിമാണ് അതിനകത്ത് നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരിക്കലും ഉണ്ട്. കാരണം നമ്മൾ ഇതിന് മുന്നേ വിചാരിച്ചതാണ് ലക്ഷ്മി പോകണമെന്നുള്ളതും പോകുമെന്നുള്ളതും. പക്ഷെ ഇതുവരെ നിന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യമെന്ന് വേണം കരുതാനായിട്ടല്ലേ. അനുമോള അടിപൊളിയായിട്ട് ആ ടാസ്ക് ചെയ്തിരുന്നു. പക്ഷെ എപ്പിസോഡില് അനുമോള പോർഷൻസ് കുറവായിരുന്നല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെയല്ല, ഇവർക്ക് കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ ബിഗ് ബോസിലല്ലേ ഈ ആൺകുട്ടികൾക്ക് ഒരു നിയമം പെൺകുട്ടികൾക്ക് ഒരു നിയമം അങ്ങനെ എപ്പോഴും ഉള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അതെ, ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 7ലും അങ്ങനെ ഉണ്ടെന്നാണ് ചില മത്സരാർത്ഥികൾ പറയുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ആദിലയും നൂറയും അനുമോളും മാത്രമാണ് ഇനി ബിഗ് ബോസിൽ അവശേഷിക്കുന്ന ലാസ്റ്റ് ലേഡി കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ എവിക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ആദിലയും നൂറയും അനുമോളും കൂടെ ചേർന്നിട്ട് ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ചേച്ചി. വേറൊന്നുമല്ല, എന്തിനാണ് ബിഗ് ബോസ് നിങ്ങളിങ്ങനെ തുടരെ ഗേൾസിനെ മാത്രം പറഞ്ഞു വിടുന്നത്? അടുത്ത 2 എവിക്ഷൻ ബോയ്സിൻ്റെത് വയ്ക്ക്, ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഒരു സമയം എനിക്ക് ചേച്ചി എന്തോ അവർ പറയുന്നതിൽ സപ്പോർട്ട് ചെയ്യാനും തോന്നി. പക്ഷേ ഒപ്പോസായിട്ട് തോന്നി എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മത്സരാർത്ഥികളാണ് ചേച്ചി. ഇപ്പം അവിടെ ആണെന്നോ പെണ്ണെന്നോ ബിഗ് ബോസ് ഷോയിൽ ഒരിക്കലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ്, ഈക്വലി ഉള്ളതാണ്. പക്ഷെ ആൺപെൺ വ്യത്യാസമൊക്കെ അവര് നമുക്ക് ശാരീരികമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പവർ അല്ലെങ്കിൽ പോലും ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ അത് ആണിനും പെണ്ണിനും ഈക്വലി അവര് രണ്ടുപേരും കളിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ആരായാലും നിൽക്കും ചേച്ചി. ഇപ്പൊ അതിൽ ആണെന്നില്ല പെണ്ണെന്നില്ല. ഇപ്പൊ നമുക്ക് എവിക്ഷൻ പ്രക്രിയ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഗേൾസും അവിടെ നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്നത് സീസൺ 4 കപ്പ് കൊണ്ടുപോയത് ദിൽഷയാണ്. കാരണം ഇപ്പം അങ്ങനെ ഒരു ഗേൾസ് പാർട്ടീഷൻ ഇവര് പറയുന്നത് പോലെ വലിയൊരു രീതിയിൽ ഇല്ലെങ്കിൽ പോലും, പക്ഷെ ഈ സീസൺ 7 അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നു. എന്താ ചേച്ചി അങ്ങനെ ചേച്ചിക്ക് തോന്നാനോ? കാരണം സ്ത്രീകളോട് മാത്രമാണ് ബിഗ് ബോസിന് ഒരു കയർത്ത് സംസാരവും ഒരു എനിക്ക് തോന്നിയത് അനുമോളുടെ കേസിലാണ്. അനുമോള് സത്യം പറഞ്ഞാൽ ഞാനെങ്ങാനും ആണെങ്കിൽ എന്നേ കിട്ടിയത് പോയനായിരുന്നു, മതി എന്ന് പറഞ്ഞായിരുന്നു. അത്രയ്ക്കും പറയുന്നുണ്ട് ഇല്ലേ. ബിഗ് ബോസ് ആണെങ്കിലും പറയുന്നുണ്ട്, ലാലേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, നെവിൻ എന്ന് പറയുന്നവൻ പിന്നെ പറയണ്ട എന്തൊക്കെ ഇതാ വിളിച്ച് പറയുന്ന വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ എന്തൊക്കെ വിളിച്ച് പറയുന്നു ഇല്ലേ. പക്ഷെ ഇന്നലെ അനുമോള് പറയുന്നുണ്ട്, നിന്റെ വയറ് ഞാൻ കുത്തി പൊട്ടിക്കുമെന്ന്. സത്യം അതിങ്ങനെ ഊതി പെരുക്കി വെച്ചേക്കാണ്. എന്തൊക്കെ നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ട് എല്ലാവരും മെലിഞ്ഞിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ അത്യാവശ്യം തടി വെച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇറങ്ങാൻ പോകുന്നത് അതെ ഒരു കുട്ട വേണ്ടി വരും തോന്നുന്നു ഇവിടെ മറക്കാനായിട്ട്. നെവിൻ വന്ന സമയത്തുള്ള ആരെങ്കിലും ആ ഒരു ഫസ്റ്റ് എപ്പിസോഡും ഇപ്പോഴത്തെ ലാസ്റ്റ് എപ്പിസോഡും നോക്കി കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം അവൻ തന്നെ ഇടയ്ക്ക് ലാലേട്ടന്റെ ഏതോ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു, എന്റെ പണ്ടത്തെ മെഷർമെന്റ് ഒന്നും അല്ല ലാലേട്ട, കൈ കിട്ടുന്ന എല്ലാം വലിച്ചു വാരി തിന്നുകയല്ലേ ചെയ്യുന്നത്. എന്താ കഴിക്കണം, ഫുഡ് കഴിക്കാനുള്ളത് തന്നെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇല്ലേ. മറ്റുള്ളവരുടേതും കൂടെ തട്ടിപ്പറിച്ചത് കഴിക്കുന്നത്, ആഹാരത്തിനോട് ഒരു മര്യാദ ഇല്ലായ്മ, ഇതെല്ലാം നെവിൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നെവിന് സുഖമാണ്. അതാ ഞാൻ പറഞ്ഞത് ആൺപെൺ വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം ആദിലയും നൂറയും അനുമോളും പറഞ്ഞ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇതിപ്പം ഈ അനുമോളും ഇവര് പറഞ്ഞ ഈ സംഭവത്തില് അനുമോളുടെ ആദിലയുടെയും കേസിൽ ഓക്കെയാണ് ചേച്ചി. പക്ഷെ നൂറ എന്തോ ഇതിന് അത്രയ്ക്ക് ഇവര് പറയുന്നതായിട്ട് യോജിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പറ്റുന്നില്ല, പുള്ളിക്കാരി അത്ര ആക്റ്റീവ് അല്ല. പുള്ളിക്കാരിക്ക് എന്നെ അറിയാം, ഞാൻ ഇവിടെ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല, ഞാൻ പുറത്ത് പോകണം, ഇതിന് മുൻപേ ഏവിങ് ചെയ്ത് പോകണമായിരുന്നു എന്നുള്ളൊരു ഇത് ചില സമയത്ത് നൂറേനെ ലൈവിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. പുള്ളിക്കാരിയുടെ ഇരുത്തും മട്ടും ഭാവവും എല്ലാം അങ്ങനെയാണ് ചേച്ചി. എനിക്കിതൊന്നും പറ്റത്തില്ല.
ലാലേട്ടൻ അത് വെറുതെ തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പോലും എന്തോ നൂറയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പറഞ്ഞതുപോലെയാണ് ചേച്ചി എനിക്ക് തോന്നിയത്. ഇവരിപ്പോ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും പണപ്പെട്ടി വരുന്നറിയാം. ഇതിൽ ആരെങ്കിലും ഒരാൾ പണപ്പെട്ടി എടുത്തിട്ട് പോകും. പക്ഷെ എന്തോ ചേച്ചി അവരുടെ അടുത്ത് ഇപ്പോഴും ഇൻഡിവിജ്വലി കളിക്കാൻ പറഞ്ഞിട്ട് പോലും ഗ്രൂപ്പായിട്ട് തന്നെയാണ് കളിക്കുന്നത്. കാരണം ഇപ്പം ഗെയിം ഇപ്പൊ നൂറ നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ ആദില പോയി ശാസിക്കുന്നു, ആദില ചെയ്യുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൂറ പോയി ദേഷ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുന്നത് ചേച്ചി, ഇപ്പൊ ചേച്ചി ഒരു മത്സരാർത്ഥി ഞാനൊരു മത്സരാർത്ഥി, നമുക്കിപ്പോ പേഴ്സണലി അറിയാമെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഷോയിൽ പോയി നിന്നിട്ട് നമ്മൾ ആരെയും തിരുത്താനൊന്നും പോകത്തില്ല. കാരണം ചേച്ചിയുടെ ഗെയിം അല്ല എന്റെ ഗെയിം. ഒന്നെന്ന് പറയുമ്പോഴും രണ്ട് വ്യക്തികളാണ് അവര്. അതെ, പക്ഷെ ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് ആ 3 ഗേൾസും പറഞ്ഞതിനോടുള്ള വിയോജിപ്പെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അങ്ങറ്റം വരാൻ. ഞാൻ ഇപ്പം എക്സാമ്പിൾ ദിൽഷയുടെ കേസ് പറഞ്ഞതുപോലെ കപ്പ് കൊണ്ടുപോകുന്നതും, അതെ ഗെയിമിൽ ഇപ്പൊ പുള്ളിക്കാരിയുടെ നിലപാട് പറയുന്ന രീതിയാണെങ്കിൽ പോലും ഗെയിം ആയിരുന്നാൽ പോലും ആൺകുട്ടികളോട് കിടപിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഇല്ല ദിൽഷയല്ല ബ്ലെസ്ലിയാണ് കപ്പെടുക്കാൻ യോഗ്യത എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു 101% ആ ഒരു സീസണിൽ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് അതിന്റെ എല്ലാത്തിലും എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം പുള്ളിക്കാരി എത്ര സമയമാണ് ആൺകുട്ടികൾ തോറ്റുപോയ സ്ഥലത്ത് വരെ നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല അഖിൽമാരുടെ സീസൺ എടുക്കാം, ആ സീസണിൽ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തത് ഒരു ബോയ് ആയിരുന്നില്ല, ഗേളായിരുന്നു, നാദിറയായിരുന്നു വിൻ ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവര് പറയുന്നത് പോലെയല്ല, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതെ ഇപ്പം ലക്ഷ്മി ആയിരുന്നാലും ജിസേൽ ഔട്ട് ആയിരുന്നതായാലും ഇപ്പം നമ്മുടെ ബിന്നി ഔട്ട് ആയിരുന്നാലും അവര് നല്ല രീതിയിലുള്ള ഒരു ഗെയിമാണ് അതിനകത്ത് നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരിക്കലും അല്ല. കാരണം നമ്മൾ ഇതിന് മുന്നേ വിചാരിച്ചതാണ് ലക്ഷ്മി പോകണമെന്നുള്ളതും പോകുമെന്നുള്ളതും. പക്ഷെ ഇതുവരെ നിന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യമെന്ന് വേണം കരുതാനായിട്ടല്ലേ. കാരണം ഇത്രയും ഒരു കഴിവും ഇല്ലാത്ത ഒന്നിനും ഇല്ലാത്ത ഒരാൾ അവിടെ നിൽക്കുക. പിന്നെ സാബുമാൻ എല്ലാവരും പറയും പക്ഷേ സാബുമാൻ എന്ന് പറയുന്നത് ഇന്നലെ അനുമോൾ പറയുന്നത് ഒരു നല്ല മനസ്സിനുടമയാണ് അല്ലെ, നല്ലൊരു വ്യക്തിത്വം. അത് കണ്ടുപഠിക്കാൻ നമുക്ക് അത് പല സീസണും കണ്ടിട്ടുള്ളവർക്കറിയാം. ഇപ്പൊ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഇപ്പം 1 പറഞ്ഞ് 2 അടിയാവുന്നത് ആ ഒരു പാറ്റേണിലുള്ള ഷോ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ആളുകൾക്ക് എപ്പോഴും അത് ഇഷ്ടമാവണമെന്നില്ല. കഴിഞ്ഞ സീസണിൽ അർജുൻ ശ്യാം ഗോവനെ തന്നെ നമുക്ക് എടുത്ത് അറിയാം. പുള്ളിക്കാരൻ കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. പുള്ളിക്കാരൻ തുടക്കം ഒരു സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു ദേഷ്യം എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ത്രൂ ഔട്ട് ആ സീസൺ എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം പുള്ളിക്കാരൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇതും നമ്മൾ കണ്ടില്ല. പക്ഷേ പ്രേക്ഷകർക്ക് അവനെ ഇഷ്ടമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇപ്പൊ സാബ് മോനെ എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഗുഡും ബാഡും ഇല്ലേ. ഇപ്പൊ ഇതിൽ ഇവര് പറയുന്നത് പോലെ എപ്പോഴും അടിയും ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സാബുമാൻ. നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ല ചിന്തകളുണ്ട്. ഇപ്പൊ ഒരാളത്ത് സമ്മോൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വീക്കിലെ ക്യാപ്റ്റൻ അവനായിരുന്നു. അവനിപ്പം ഒരാളത്ത് വഴക്ക് പറയുന്നെങ്കിൽ പോലും എല്ലാരും പറയുമ്പോൾ ഹാർഷായിട്ടല്ല അങ്ങനെ ചെയ്തൂടെ, നീ എന്തിനാ ഇപ്പൊ ഒരാൾക്ക് അതിനകത്ത് ഇഷ്ടമില്ലെങ്കിൽ നീ അവിടെ പോയിരിക്കുന്നു, ബാക്കി എല്ലാവരും ദേഷ്യപ്പെട്ടേ പറയത്തുള്ളൂ, നീ അവിടെ നിന്ന് മാറണ്ട, ആ ഒരു ടോണായിരിക്കും. സംസാരിക്കുന്ന രീതിയിൽ നിനക്ക് അവിടെ നിന്ന് എണീറ്റ് പൊക്കൂടെ, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ബാഡ് വാക്ക് പോലും വായിന്ന് വരുന്നില്ല, എല്ലാം കൺട്രോൾ ചെയ്ത് പറയേണ്ട വാക്കുകൾ മാത്രം പറഞ്ഞ് സംസാരിച്ചുള്ള ഒരു നല്ലൊരു ക്യാപ്റ്റൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാപ്റ്റൻസി. കാരണം ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു ക്യാപ്റ്റൻസി വന്നത്, നല്ല ഇതായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പം എല്ലാം ഇങ്ങനത്തെ അടിയും വഴക്കും കണ്ടുപിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതൊന്നും ചെയ്യാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകണതും കണ്ടുപിടിക്കാം. കാരണം സാബ്മാൻ എന്തായാലും ടോപ്പ് 5 വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. കുറെ പേര് പറയുന്നുണ്ട് ഒന്നും ചെയ്യാത്തവനെയൊന്നും ടോപ്പ് 5 ശ്രദ്ധിക്കുന്നില്ലേ, ഒന്നും ചെയ്യാത്തവനെ ശ്രദ്ധിക്കുന്നില്ല. നമുക്കിപ്പോ അറിയാം ഇപ്പം ലൈവ് കാണുന്നവർക്ക് എപ്പിസോഡ് കാണുന്നവർക്കും അതിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഇപ്പം ലൈവ് കണ്ടിട്ടുള്ളവർക്ക് ഇത് കൊള്ളാലോ, ഇതല്ലേ എപ്പിസോഡിൽ വരേണ്ടതെന്ന് വിചാരിച്ചിരുന്നിടത്ത് പോലും ആ സീൻസ് ഒന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ആ BB മാരത്തോൺ ഇത് തന്നെ എടുക്കാം. അനുമോള അടിപൊളിയായിട്ട് ആ ടാസ്ക് ചെയ്തിരുന്നു, പക്ഷെ എപ്പിസോഡിൽ അനുമോള പോർഷൻസ് കുറവായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, ഇവർക്ക് കുറച്ച് ആൾക്കാരുണ്ട്
അവരുടേതെല്ലാം നല്ല പെരുപ്പിച്ച് അല്ലെ, നല്ല എന്താ പറയാനായിട്ട് എല്ലാവരും കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കണം. ഇങ്ങനെയാണല്ലോ അവര് വിചാരിക്കുന്നത് മാത്രം പുറത്ത് പോയാൽ അങ്ങനെയാണ് ആ വരുന്നത്. ഒരു കാര്യം മാത്രമേ പോകുന്നുള്ളൂ. എന്തായാലും അനുമോളോടും ആദിലയോടും നൂറയോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പം ലേഡീസിനെ എനിക്ക് തോന്നുന്നില്ല അവർ മനഃപൂർവ്വമായിട്ട് അങ്ങ് പുറത്ത് കളയുന്നതാണെന്ന്. കാരണം പ്രേക്ഷക വിധി പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ഷോയാണ്, നമ്മൾ വോട്ടിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ നിങ്ങൾ മൂന്നുപേരും മാത്രമേ ഇനി ഗേൾസ് ആയിട്ട് ബാക്കി നിൽപ്പുള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ മൂന്നുപേരും നിന്ന് കഴിഞ്ഞാൽ നമ്മള് ടോപ്പ് 5 നിങ്ങൾ 3 പേരും എന്തായാലും തീർച്ചയായിട്ടും കാണും. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങളിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ അടുത്ത എവിക്ഷനിലും ഗേൾസ് തന്നെ പോവാനായിരിക്കും വിധി. കളിക്കൂ, അല്ല എഫേർട്ട് എടുത്ത് കളിക്കുക, 100% നിങ്ങളുടെ ബെസ്റ്റ് കാഴ്ചവെക്കുക. കാരണം ഒരുപാട് പേര് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. പക്ഷെ ആർക്കും കിട്ടാത്ത ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത ജനങ്ങൾ ലോകം മുഴുവൻ കാണുന്ന ഒരു ഷോയാണ് അല്ലേ. എപ്പോഴെങ്കിലും ഒക്കെ ടൈം കിട്ടുമ്പോൾ ആരും നോക്കാതെ പോകുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള എന്നാലും കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും. അപ്പൊ കിട്ടിയ ആ ഒരു സന്ദർഭം, ആ ഒരു അവസരം കളയാതിരിക്കുക, മാക്സിമം നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്ത ഒരു എവിക്ഷനിൽ പുരുഷന്മാരെ 2 പേരെ നിങ്ങൾ പുറത്താക്കണം. അതാണ് നിങ്ങൾ ഈ ആഴ്ച നിങ്ങൾ കളിക്കുന്നത്. അതാണ് ചെയ്യേണ്ടത്. അതെ, അല്ലാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുറ്റം പറഞ്ഞാൽ ഒന്നും നടക്കൂല, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. തിരിച്ച് ഇത്രയും ലേഡീസ് പോയതിന് പകരമായിട്ട് ആണുങ്ങളുടെ എണ്ണം അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ കുറയ്ക്കുക. അതാണ് നിങ്ങളുടെ മിടുക്ക് അല്ലേ, അതാണ് ഗെയിം. അതെ, എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വരേക്കും ബൈ.